ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്കെത്ര എന്നാണ്. ഉദരം ഭരണത്തിനു വേണ്ടതേയുള്ളൂ, തൻ്റേതായി ശിഷ്ടവും സ്വന്തമെന്നോർപ്പോൻ കള്ളൻ അർഹിപ്പോ ദണ്ഡനം. മഹാകവി അക്കിത്തം എഴുതിയതാണിത്. വിശപ്പടക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജീവൻ നിലനിർത്താനും മാത്രം വേണ്ടതായ അന്നപാനീയങ്ങൾ ഉപയോഗിക്കാനേ ഒരു വ്യക്തിക്ക് അർഹതയുള്ളൂ. അതിനപ്പുറം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം തൻ്റേതാണെന്ന് വിചാരിച്ച് സ്വാദിഷ്ടങ്ങളായ ഭക്ഷണങ്ങൾ മൂക്കുമുട്ടി കഴിക്കുകയും തനിക്കും ബന്ധുക്കൾക്കും വേണ്ടി നാളേക്ക് കുന്നുകൂട്ടി വിൽക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്. കാരണം അത് മറ്റാർക്കൊക്കെയോ വേണ്ടിയുള്ളതാണ്. അന്യന് അവകാശപ്പെട്ട സാധന സാമഗ്രികൾ ബലം പ്രയോഗിച്ചോ നേരിട്ടോ സൂത്രത്തിലോ കൈക്കലാക്കുന്ന അക്രമിയാണല്ലോ കള്ളൻ. സാമൂഹ്യാചാരമനുസരിച്ച് കള്ളൻ ശിക്ഷ അർഹിക്കുന്നു. ഭക്ഷണ വസ്തുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ തത്വം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റു നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങി എല്ലാറ്റിൻ്റെയും മിതമായ ഉപയോഗത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാമുണ്ട്, ധൂർത്തടിക്കാനുള്ളതില്ല എന്ന മഹാത്മാഗാന്ധി നമ്മെ ഉപദേശിച്ചതും ഈ ആശയമാണ്. ഏതു വസ്തുക്കളുടെയും അനിയന്ത്രിതമായ ഉപഭോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉപഭോക്താവിൻ്റെ നാശത്തിനും തന്നെയും കാരണമാകുന്നു. ചുരുക്കത്തിൽ, അമിതമായാൽ അമൃതം വിഷം.